നമുക്കിനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ വേവ് ഒപ്റ്റിക്സിൽ നമ്മൾ ഇൻ്റർഫറൻസ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വൺ ഈസ് ഡിഫ്രാക്ഷൻ. എന്താണ് ഡിഫ്രാക്ഷൻ? വി വിൽ ജസ്റ്റ് ഡിസ്കസ് അബൌട്ട് ഇറ്റ്. വി നോ ദാറ്റ് when a light is entering through a slit or a small gap, what will happen? That light will pass through it, and we can say if you are placing a screen, you will get complete light also here, just like what we have done it here. ഇവിടെ നിങ്ങൾക്ക് എന്താ കാണുന്നത്? എസ് എന്ന് പറയുന്നത് ഒരു സോഴ്സാണ്. ഇവിടെ ഞാൻ സോഴ്സ് വെച്ചിട്ടുണ്ട്. ഒരു സ്ലിറ്റ് ഉണ്ട്, എ ബി എന്ന് പറയുന്നൊരു സ്ലിറ്റ് ഉണ്ട്. ഇതിനകത്തൂടെ സോഴ്സ് ഓഫ് ലൈറ്റാണിത് കേട്ടോ, സോഴ്സ് ഓഫ് ലൈറ്റാണ്. ഈ സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന ലൈറ്റ് ഇതിനകത്തൂടെ പാസ് ചെയ്ത് ഇതൊരു സ്ക്രീനാണ്. നമ്മൾ XY എന്ന് പറയുന്നൊരു സ്ക്രീനിൽ തട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വി ക്യാൻ സേ ദാറ്റ് A', B' എന്ന് പറയുന്ന അത്രയും സ്ഥലത്ത് നമുക്ക് ലൈറ്റ് കിട്ടും. ഇറ്റ് ഈസ് ഇലുമിനേറ്റഡ്. ബാക്കി ഭാഗത്ത് എന്തായിരിക്കും? ഷാഡോ ആയിരിക്കും, ജോമെട്രിക്കൽ ഷാഡോ. എന്നുവെച്ചാൽ ഷാഡോ തന്നെയായിരിക്കും. ഇവിടെയും ഇവിടെയൊക്കെ ഷാഡോ ആയിരിക്കും. അപ്പോൾ ഇത്രയും ഭാഗം A', B' എന്നുള്ള ഭാഗത്ത് നമുക്ക് ടോർച്ച് ലൈറ്റൊക്കെ കത്തിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? ടോർച്ച് അടിക്കുമ്പോൾ അത്രയും ഭാഗം നമുക്ക് എന്ത് കിട്ടും? ലൈറ്റ് കിട്ടും അല്ലേ? അതുതന്നെയാണ് ഇവിടെയും നമുക്ക് കാണുന്നത്. ഇത്രയും ഭാഗം നമുക്ക് ലൈറ്റ് കിട്ടും. ഒരു സ്ക്രീൻ ഉണ്ടെങ്കിൽ ആ സ്ക്രീനിൽ വരുന്ന ലൈറ്റിൻ്റെ ഭാഗം നമുക്ക് കാണാം A', B'. ബാക്കിയുള്ള ഭാഗം എന്തായിരിക്കും? ഇറ്റ് ഈസ് ഷാഡോ ആയിരിക്കും, ജോമെട്രിക്കൽ ഷാഡോ. ഇനി വാട്ട് ഈസ് നെക്സ്റ്റ്? അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലിറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത് എന്താണെന്ന് നോക്കൂ. ഈ സ്ലിറ്റിന് പകരം ഞാൻ ആ സ്ലിറ്റ് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ സ്ലിറ്റില്ല, ഇവിടെ അതിനിടയിൽ ഞാനൊരു ഒബ്സ്റ്റക്കിൾ വെച്ചിരിക്കുകയാണെന്നിരിക്കാം. എന്തെങ്കിലും ഒരു തടസ്സം മാതിരി ഒരു ചെറിയ പെൻസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്കോ അല്ലെങ്കിൽ ചെറിയൊരു കാർഡ്ബോർഡ് പീസോ സംതിങ്. ദാറ്റ് മീൻസ് അത് എന്തായിരിക്കും? ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റ് തന്നെ ആയിരിക്കണം. ഒരു ഒബ്സ്റ്റക്കിൾ വെച്ചിരിക്കുന്നു, ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റാണ് വെച്ചിരിക്കുന്നത്. അത് ഈ സോഴ്സിൻ്റെ തൊട്ടപ്പുറത്ത് ഈ സ്ലിറ്റിന് പകരം ഞാൻ വെച്ചിരിക്കുകയാണ്. ഇതേമാതിരി സ്ക്രീനും വെച്ചിട്ടുണ്ട്, XY എന്ന് പറയുന്ന ഒരു സ്ക്രീനും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ P', Q' അവിടെ ഷാഡോ കാണാം, ജോമെട്രിക്കൽ ഷാഡോ. അപ്പോൾ ഇവിടെയാണ് PQ വെച്ചിരിക്കുന്നത്. PQൻ്റെ അതേ സൈസിലല്ല, കുറച്ചുകൂടെ വലുതായിട്ട് തന്നെ നമുക്ക് ഷാഡോ കാണാം. കാരണം സോഴ്സ് ഉണ്ട്, അപ്പോൾ ലൈറ്റ് അങ്ങനെ പാസ് ചെയ്യുന്ന കാരണം ഇത്രയും ഭാഗത്തിൽ നമുക്ക് ഷാഡോ കാണാം. ബാക്കിയുള്ള ഭാഗത്ത് എന്തായിരിക്കും നമുക്ക് കാണാവുന്നത്? അവിടെ കുറച്ച് ലൈറ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതിൽ ഈ ഒബ്സ്റ്റക്കിളിൻ്റെ സൈസ് വളരെ വലുതാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ഷാഡോ ആയിരിക്കും കാണുക, അതിനകത്ത് വേറൊന്നും കാണില്ല. എന്നാൽ ഇവിടെ ചെറിയ ഒബ്സ്റ്റക്കിളാണെങ്കിൽ കുറച്ച് ലൈറ്റ് ഇതിനകത്ത് കയറും, ഈ ഷാഡോയ്ക്കകത്ത് കയറും. അങ്ങനെ ഷാഡോയ്ക്കകത്ത് ലൈറ്റ് കയറിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? എങ്ങനെയാണ് കയറുന്നത്? ഈ ലൈറ്റ് ഈ കോണേഴ്സിലൂടെ എന്ത് ചെയ്യും? റൗണ്ട് ചെയ്യും അല്ലേ? കോണേഴ്സിലൂടെ എന്ത് ചെയ്യും? അത് ബെൻഡ് ചെയ്തിട്ട് ഈ ലൈറ്റ് ഇതിനകത്തേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ കുറച്ച് ഭാഗം ലൈറ്റും കുറച്ച് ഭാഗം ഡാർക്ക്നെസ്സും ആയിട്ട് നമുക്ക് കാണാം. ഇൻ്റർഫറൻസ് പാറ്റേണിൻ്റെ മാതിരി തന്നെ, പക്ഷേ കറക്റ്റായിട്ട് ഇൻ്റർഫറൻസ് പാറ്റേൺ മാതിരി കിട്ടില്ല. കുറച്ച് എന്തായിരിക്കും നമുക്ക് കിട്ടുക? ലൈറ്റ് കൂടുതലും കുറവുമുള്ള ആ ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബാൻഡ്സ് എന്ന് നമുക്ക് പറയാം. ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. ചെറിയ രീതിയിൽ ഒരു വേരിയേഷൻസ് ഓഫ് ഇൻറ്റൻസിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കാണാൻ സാധിക്കുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം വാട്ട് ഈസ് എ ഡിഫ്രാക്ഷൻ. ബിക്കോസ് ലൈറ്റ് ഈസ് ബെൻഡിങ് അറൗണ്ട് ദ കോർണേഴ്സ് ഓഫ് ദി ഒബ്സ്റ്റക്കിൾസ്. അതാണ് പറയുന്നത്. ഇത് തന്നെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയൊരു പേന അല്ലെങ്കിൽ ഇതേമാതിരി ഒരു പേന എടുത്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുന്നു, അതായത് കണ്ണിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുന്നു. എന്നിട്ട് ഞാൻ സ്ക്രീനിൽ ഒരു വൈറ്റ് പാർട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ബുക്കോ വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഐ ക്യാൻ സീ ദാറ്റ് അല്ലെ? ആ ഒബ്ജക്റ്റിനെ എനിക്ക് കാണാൻ സാധിക്കും, ഇതൊരു തടസ്സമാവില്ല. എന്നാൽ ഞാൻ വലിയൊരു ബുക്ക് എടുത്ത് പിടിക്കുകയാണ്, ഈവൻ മൈ ഹാൻഡ് ആൾസോ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് ഭാഗം നമുക്ക് കാണാൻ സാധിക്കില്ല അല്ലേ? അതുതന്നെയാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതേമാതിരി ഇപ്പോൾ ഞാൻ ഈ റൂമിലിരിക്കുന്നു, അടുത്ത റൂമിലുള്ള ആൾക്കാരെ എനിക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. വൈ? ബിക്കോസ് ഒബ്സ്റ്റക്കിൾ ഈസ് വെരി ലാർജ്, ഇസ്ൻ്റ് ഇറ്റ്? അതേമാതിരി തന്നെ നമുക്ക് ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കും. അപ്പുറത്തുള്ള ശബ്ദം, അപ്പുറത്ത് സംസാരിക്കുന്ന ശബ്ദം വി ക്യാൻ ഹിയർ ഇറ്റ്. സൗണ്ട് വേവ്സ് നമുക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷേ ലൈറ്റ് വേവ്സിന് ഇത്രയും വലിയൊരു വാളാണെങ്കിൽ, വലിയൊരു ചുമരാണെങ്കിൽ വി കാൺട്ട് സീ ദാറ്റ്.
we can hear it. That is the difference there. അപ്പോൾ ലൈറ്റ് വേവ്സിന് ഈ ഒബ്സ്റ്റക്കിൾ സൈസ് കൂടിക്കഴിഞ്ഞാൽ ലൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ബെൻഡ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് കാണാനും സാധിക്കില്ല. അതാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. ഈ ഡിഫ്രാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം, സൈസ് ഓഫ് ദി ഒബ്സ്റ്റക്കിൾ ഷുഡ് ബി വെരി സ്മോൾ ആയിരിക്കണം. എന്തിന് കമ്പയറബിൾ ആയിരിക്കണം, ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിന് കമ്പയറബിൾ ആയിരിക്കണം. ഇനി നല്ലൊരു ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടാനായിട്ട് നമ്മൾ ഒരുപാട് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും വേണ്ട. വി ക്യാൻ യൂസ് വിത്ത് 2 ഫിംഗേഴ്സ്. നമ്മുടെ 2 ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ലൈറ്റിനെ നോക്കുന്നു, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ അടിയിൽ നമ്മളൊരു പേപ്പർ വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് അവിടെ നമുക്ക് എന്ത് കാണാം, ആദ്യം ഒരു ചെറിയൊരു ഷാഡോ കാണാം, നമ്മുടെ വിരലുകളുടെ ഷാഡോ, ഫിംഗേഴ്സിൻ്റെ ഷാഡോ കാണാം. ഷാഡോയുടെ സൈഡിൽ ചെറിയൊരു വേരിയേഷൻ ഓഫ് ഇൻറ്റൻസിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അതും നല്ലൊരു ഡിഫ്രാക്ഷൻ പാറ്റേൺ തന്നെയാണ്. ഇനി അതുമല്ലെങ്കിൽ സാധാരണ നമ്മൾ പറയുന്നതും എപ്പോഴും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വായിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമുണ്ട്, 2 ബ്ലേഡ് എടുത്തിട്ട് നമ്മളിങ്ങനെ വയ്ക്കും. ജസ്റ്റ് കൺസിഡർ ദിസ് ആസ് ദ ബ്ലേഡ് ആൻഡ് യു ക്യാൻ ജസ്റ്റ് കീപ്പ് ഇറ്റ് ലൈക്ക് ദിസ്. അതായത് ബ്ലേഡിൻ്റെ ഈ എൻഡൊക്കെ വളരെ തിന്നാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ സൈഡിൽ സോഴ്സും ഈ ഓപ്പോസിറ്റ് സൈഡിലൊരു സ്ക്രീനും വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ കാണാം. അവിടെ ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇതിനകത്തൂടെ പാസ് ചെയ്യുന്നു, ആ ഒരു സൈഡിൽ മാത്രം നമുക്ക് എന്ത് കാണാം, അവിടെ ലൈറ്റ് കാണാം, തൊട്ടപ്പുറത്ത് ഷാഡോസ് കാണാം, വേരിയേഷൻ ഓഫ് ഇൻറ്റൻസിറ്റി യു ക്യാൻ സീ. അപ്പോൾ നല്ലൊരു ഡിഫ്രാക്ഷൻ പാറ്റേൺ നമുക്ക് തന്നെ ഉണ്ടാക്കാം, ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട് ചെയ്യാം. അതല്ല നമ്മൾ ലാബിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് ഡിഫ്രാക്ഷൻ പാറ്റേൺ കാണാം. അപ്പോൾ ഇൻ്റർഫറൻസ് പാറ്റേൺമാർ തന്നെയാണ് ഡിഫ്രാക്ഷൻ പാറ്റേൺ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ദെയർ? എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, ഇൻ്റർഫറൻസിൽ ബ്രൈറ്റ്നെസ് എപ്പോഴും എല്ലാം ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും, ഡാർക്ക്നെസ് എപ്പോഴും ഡാർക്ക്നെസ് ആയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമുക്ക് കിട്ടുക. ആദ്യത്തെ ഒരു ഫസ്റ്റ് നമുക്ക് ഇൻറ്റൻസിറ്റി, ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഫുൾ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കിട്ടുകയാണെങ്കിൽ അടുത്ത് നമുക്ക് ഡാർക്ക്നെസ് കിട്ടാം. പിന്നത്തെ ഇൻറ്റൻസിറ്റി ഇത്രയും കൂടുതൽ ഇൻറ്റൻസിറ്റി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് അത്രയും ഉണ്ടാവില്ല, അതിൻ്റെ വേരിയേഷൻസ് അതായത് ആ വേരിയേഷൻസ് ഉണ്ടാവും, ഇൻറ്റൻസിറ്റി കുറഞ്ഞ് 2 സൈഡിലേക്കും വരുന്നതായിട്ട് കാണാം. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ. അപ്പോൾ ഇതാണ് ഒരു ജനറൽ ഐഡിയ ഫോർ എ ഡിഫ്രാക്ഷൻ പാറ്റേൺ. ഇനി നമുക്ക് നോക്കാം എന്താണ് ഡിഫ്രാക്ഷൻ. നമ്മൾ പറഞ്ഞു സൈസ് ഓഫ് ദി ഒബ്സ്റ്റക്കിൾസ് ചെറുതായിരിക്കണം. എന്തായാലും ലൈറ്റ് എന്ത് ചെയ്യുന്നു, ആ ഒബ്സ്റ്റക്കിളിൻ്റെ സൈഡിലൂടെ, അതായത് എൻഡിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ബെൻഡ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് ഡിഫ്രാക്ഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ദ ഫിനോമിനൻ ഓഫ് ബെൻഡിങ് ഓഫ് ലൈറ്റ് റൗണ്ട് ദ ഷാർപ്പ് കോർണേഴ്സ് ഓഫ് ദി സ്മോൾ ഒബ്സ്റ്റക്കിൾസ് ഓർ അപ്പാർച്ചേഴ്സ് ആൻഡ് സ്പ്രെഡിങ് ഇൻ ടു ദ റീജിയൻസ് ഓഫ് ജോമെട്രിക്കൽ ഷാഡോ. ദേ വിൽ സ്പ്രെഡ് ഇൻ ടു ദ റീജിയൻസ് ഓഫ് ദി ജോമെട്രിക്കൽ ഷാഡോ. ഇവിടെ ഉള്ളതുമാതിരി ഇതിനകത്ത് ഇങ്ങനെ അതായത് ഈ എഡ്ജസിലൂടെ വന്ന് ലൈറ്റ് ഇതിനകത്തൂടെ കയറാം. അപ്പോൾ ഈ ജോമെട്രിക്കൽ ഷാഡോൻ്റെ ഉള്ളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോസസ്സിനെയാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ വൺസ് അഗെയിൻ ഐ ജസ്റ്റ് സീ ദാറ്റ് ദ ഫിനോമിനൻ ഓഫ് ബെൻഡിങ് ഓഫ് ലൈറ്റ്, ഇറ്റ് വിൽ ബെൻഡ്. വൈ ഇറ്റ് ഈസ് ബെൻഡിങ്? ഇത് വേവ് നേച്ചറുള്ള കാരണം അല്ലേ. നമ്മൾ ഇത് പഠിക്കുന്നത് തന്നെ വേവ് ഓപ്റ്റിക്സിലാണ്. വേവ് ഒപ്റ്റിക്സ് കൊണ്ടുവരാൻ കാരണം തന്നെ what is it? These all process we can't explain due to the rectilinear propagation of light. So that is why we are using this one. അപ്പോൾ എന്താണ് the phenomenon of bending of light round the sharp corners. ഇപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഒരു ഷാർപ്പ് കോർണേഴ്സിലൂടെ എന്ത് ചെയ്യുന്നു, ഷാർപ്പ് കോർണേഴ്സ് ഓഫ് സ്മോൾ ഒബ്സ്റ്റക്കിൾസ് or apertures and spreading into the regions of the geometrical shadow, we can call it as diffraction. So what is diffraction is very simple one. വെരി സിമ്പിളായിട്ട് നമുക്ക് പറയാം ബെൻഡിങ് ഓഫ് ലൈറ്റ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോഴാണ് ആ ലൈറ്റിൻ്റെ കോർണേഴ്സിലൂടെ പോയിട്ട് അവിടെ ജോമെട്രിക്കൽ ഷാഡോയിലേക്ക് നമ്മൾ സ്പ്രെഡിങ് ഓഫ് ലൈറ്റ് എത്തുകയാണെങ്കിൽ ദാറ്റ് പ്രോസസ് വി ക്യാൻ കോൾ ഇറ്റ് എസ് ഡിഫ്രാക്ഷൻ. ഇനി ഡിഫ്രാക്ഷൻ്റെ ഒരു മെയിൻ പോയിൻറ്റ് യു ക്യാൻ സീ, ഞാനവിടെ ഒരു വലിയൊരു മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. വൈ? ബിക്കോസ് ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നല്ലൊരു ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ഉണ്ടാവണമെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് the light waves are diffracted only when the size of the obstacle is comparable to the wavelength of the light used. Is very important. The light waves are diffracted only when the size of the obstacle is comparable to the wavelength of the light used.
അതായത് നമ്മുടെ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റുമായിട്ട് കമ്പയർ ചെയ്യണതായിരിക്കണം ഒബ്സ്റ്റക്കിൾ. വലിയ ഒബ്സ്റ്റക്കിൾ ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോയി റിഫ്രാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഞാൻ പറഞ്ഞ മാതിരി അപ്പുറത്ത് കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ദ സൈസ് ഇസ് വെരി ബിഗ്. സൈസ് ചെറുതാണെങ്കിൽ മാത്രമേ ദിസ് വിൽ ഹാപ്പൻ. So that is the main point of the diffraction of light. So let us move on to the details about the diffraction. Thank you.